എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെറിയൊരു എക്സിബിഷൻ കാണാൻ വേണ്ടി പോവാണ്. നമ്മുടെ കൊല്ലത്ത് പുതിയൊരു എക്സിബിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ അതിനെപ്പറ്റി റിവ്യൂസ് കാര്യങ്ങളൊന്നും നോക്കിയില്ല. ഇന്നലെ ഞങ്ങൾ ആ കൊല്ലം വഴി ഒന്ന് പോയിട്ട് വന്നപ്പോൾ അവിടെ എക്സിബിഷൻ നടക്കുന്ന സ്ഥലത്ത് ഫുള്ള് ലൈറ്റും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഓരോ എക്സിബിഷൻ വരുമ്പോൾ ഓരോ മോഡലായിരിക്കുമല്ലോ അല്ലേ. കഴിഞ്ഞ വട്ടം തൃശ്ശൂർ ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങൾ ബാഹുബലി റിലീസായ ടൈമിൽ അതിൻ്റെ ഒരു സെറ്റായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. ഈ വട്ടം ടൈറ്റാനിക്കിൻ്റെ സെറ്റാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് കൊല്ലത്ത്. അപ്പോൾ അത് കണ്ടപ്പോൾ വിചാരിച്ചു 2 ദിവസം കൂടെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് പോയിക്കാടെടുത്ത്. അപ്പോൾ അതിന് മുന്നേ ഇത് മിസ്സാക്കണ്ട, ഇതും കൂടെ പോയി കണ്ടിട്ട് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ മോനിക്കുള്ളത് കാരണം അവിടെ ചെറിയ ലൈറ്റും പിന്നെന്താ കുട്ടിക്ക് കളിക്കാനായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ കാണുമല്ലോ. അപ്പോൾ അതൊക്കെ കൊണ്ട് ഫൈസിനെയൊക്കെ കൂടെ കൊണ്ടുപോയി കാണിക്കാമെന്ന് വെച്ചാൽ ഒരു 2-3 ദിവസം കൂടെ ഞാൻ ഇനി ഇവിടെ വീട്ടിലുണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് ഇക്കാടെ അടുത്തോട്ട് പോവും. അപ്പോൾ അതിന് മുന്നായിട്ട് ഈ ഒരു എക്സിബിഷൻ മിസ്സാക്കണ്ട, പോയി കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഇന്ന് എക്സിബിഷൻ കാണാൻ വേണ്ടി പോവാണ്. ഞങ്ങൾ റെഡിയായി, ഫൈസും റെഡി ആയിട്ടുണ്ട്. സോ ബാക്കി വിശേഷങ്ങൾ നമുക്ക് കാണാം. അങ്ങനെ ഞങ്ങൾ എക്സിബിഷൻ കാണാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പോകുമ്പോൾ ഞങ്ങൾ 3 ആളും മാത്രമേ ഉള്ളൂ കേട്ടോ. പാത്തു ഒപ്പം ഇല്ല, ഓക്ക് വേറെ ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ എക്സിബിഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് വരാം എന്നായിരുന്നു കേട്ടോ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് എക്സിബിഷനിൽ എത്തിയിട്ട് ബാക്കി കാണാം. വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ കൊല്ലം എത്തിയപ്പോഴത്തേക്കും അത്യാവശ്യം ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇങ്ങനത്തെ എക്സിബിഷനൊക്കെ വരുമ്പോൾ ഇരുട്ടാണ് കേട്ടോ നല്ലത്. കാരണം ആ ഒരു ലൈറ്റൊക്കെ ഫീൽ ചെയ്യണമെങ്കിൽ ഇരുട്ട് തന്നെ വേണമല്ലോ. അപ്പം ഇതാണ് നമ്മളുടെ ആ ഒരു ടൈറ്റാനിക്കിൻ്റെ സെറ്റ് വരുന്നത്. അതുപോലെ തന്നെ അവിടെ സൈഡ് ഫുള്ള് ലൈറ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ. ആ ഒരു സൺഡേ ഡേയും കൂടെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഗ്രൗണ്ട് ഫുള്ള് കാറുകളായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് 2 ആൾക്കുള്ള ടിക്കറ്റാണ് എടുത്തത്. വാപ്പിച്ച് കയറുന്നുണ്ടായിരുന്നില്ല. വാപ്പിക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ. അപ്പോൾ വാപ്പ പുറത്ത് നിൽക്കാം, ഞങ്ങളോട് കയറി കണ്ടിട്ട് വരാൻ പറഞ്ഞു. ഒരാൾക്ക് 100 രൂപയാണ് കേട്ടോ ടിക്കറ്റിൻ്റെ പ്രൈസ് വരുന്നത്. 100 രൂപ കുറച്ച് കൂടുതലായിട്ട് എനിക്ക് തോന്നി. ഒരു 80, മാക്സിമം പോയ ഒരു 80 രൂപ അതിനുള്ള ഒരു ഇതേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നിയത്. എൻട്രൻസിൽ കുറേ കോണിപ്പടികൾ ഉണ്ടായിരുന്നു കേട്ടോ. ആ കോണിപ്പടികളൊക്കെ കയറിയിട്ട് അകത്തേക്ക് പോകുമ്പോൾ ഒരു ഷിപ്പിനുള്ളിലൊക്കെ ഉള്ളൊരു വ്യൂ പോലെ. നമ്മൾ സിനിമയിൽ മാത്രമേ ഷിപ്പിൻ്റെ ടൈറ്റാനിക്കൊക്കെ കണ്ടിട്ടുള്ളൂ കേട്ടോ. നേരിട്ട് കാണാത്തതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണോ എന്നറിയില്ല. അതിൻ്റെ അകത്തേക്ക് കിടക്കുമ്പോഴും ഇങ്ങനെ കുറച്ച് പടികളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ അത് കയറി പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ വന്ന ആ ഒരു മൈതാനം ഉണ്ടല്ലോ, ആ മൈതാനത്തിൻ്റെ ഫുൾ വ്യൂ നമുക്ക് ഇതിന് മുകളിൽ നിന്ന് കാണാൻ പറ്റും. അതൊക്കെ കൊള്ളാം. നല്ല കാറ്റായിരുന്നു കേട്ടോ ആ ഒരു ടൈമൊക്കെ ആയതുകൊണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് മറ്റേ നമ്മൾ എന്താണ് ഈ ഷിപ്പിലേക്കുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിരിക്കുന്ന ചക്രയില്ലേ, അതൊക്കെ തന്നെ. അതുപോലെ തന്നെ ഈ വീഡിയോ റെക്കോർഡ് ചെയ്തിരിക്കുന്ന സമയത്ത് എനിക്ക് ചെറിയ പനി ഉണ്ടായിരുന്നു. പനി മാറി വന്നു, പക്ഷേ സൗണ്ട് റെഡി ആയിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് സൗണ്ടിന് ചെറിയ വ്യത്യാസം ഉണ്ടാവും. ചിലപ്പോൾ കേൾക്കാനേ രസം ഉണ്ടാവില്ല. അത് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾ. പിന്നെ നമ്മളുടെ ഈ ഒരു ഷിപ്പിനുള്ളിൽ വരുമ്പോൾ അതിനകത്ത് കാണുന്ന പോലെ തന്നെ ഒരു പാലസിൻ്റെ അകത്തൊക്കെ ഉള്ളൊരു ഭംഗിയുണ്ടല്ലോ, ഒരു കൊട്ടാരം. അതുപോലെയൊക്കെയാണ് കേട്ടോ അവർ ചെയ്തു വെച്ചേക്കുന്നത്. പിന്നെ ആ ഒരു ടൈറ്റാനിക്കിലുള്ള എല്ലാ ക്യാരക്ടേഴ്സിൻ്റെയും ഫോട്ടോസും അവരവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ തന്നെയുള്ളൂ കേട്ടോ ഇതിനകത്ത് കാണാനായിട്ട്. പിന്നെ ആ ഒരു ടൈറ്റാനിക്കിൻ്റെ പുറത്തുള്ള ആ ഒരു ഷിപ്പിൻ്റെ മോഡലും അങ്ങനെയൊക്കെ തന്നെ ഉള്ള സംഭവങ്ങൾ. പക്ഷെ ഓവറോൾ നമുക്ക് വെറുതെ ഇങ്ങനെ ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് കണ്ടുപോകാനൊക്കെ പറ്റിയൊരു സംഭവമാണ് കേട്ടോ. ഭയങ്കര അട്ട ഫ്ലോപ്പോ ബോറിങ്ങോ ഒന്നും അല്ല കേട്ടോ. അതിൽ കാണാനുണ്ട്, നമുക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. അങ്ങനെ രസമുണ്ട്. അങ്ങനെ ടൈറ്റാനിക്കിൻ്റെ സെറ്റ് കണ്ടുവരുമ്പോൾ ഉണ്ടടാ ഒരു ഗുണ കേവ്. ടൈറ്റാനിക്കും ഗുണ കേവും തമ്മിൽ എന്താണോ ബന്ധം, ഒരു ഐഡിയ ഇല്ല. പിന്നെ വിചാരിച്ചു എന്തായാലും ടിക്കറ്റ് കൊടുത്ത് കയറി വന്നേലേ ഗുണ കേവും കൂടെ കാണാം, അതിന് പ്രത്യേകം ടിക്കറ്റ് എടുക്കണ്ട കേട്ടോ. ഗുണ കേവ് സംഭവം നമ്മൾ എല്ലാ എക്സിബിഷനിലൊക്കെ ഇപ്പോൾ കണ്ട് പരിചയമായിട്ട് വന്നതാണല്ലോ. അതുപോലെയൊക്കെ തന്നെ ഒരു ആക്കിക്കൂട്ടൽ. അങ്ങനെ നമ്മളുടെ എക്സിബിഷൻ കണ്ടു കഴിഞ്ഞു. ലാസ്റ്റ് വരുമ്പോൾ കുട്ടിയൊക്കെ കളിക്കാനുള്ള സംഭവങ്ങളും പിന്നെ അവിടെ എന്തോ ഒരു ഡാൻസോ അങ്ങനെ എന്തോ ഒരു പരിപാടിയും കൂടെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂടാ. എക്സിബിഷൻ കുഴപ്പമില്ല, നമുക്ക് കണ്ടു പോകാവുന്നതേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.